Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് K2 2024 സ്കീം മാത്സ് ഗ്രൂപ്പ് ബി ആൻഡ് സി ആണ്. മൊഡ്യൂൾ 1ലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find a Fourier sine integral of f of x equal to sin x where 0 less than x less than pi equal to 0 where x greater than pi. അപ്പോൾ Fourier sine integral ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? സീറോനും പൈൻ്റെ ഇടയിൽ. എക്സിന്റെ വാല്യൂ സീറോനും പൈൻ്റെ ഇടയിലാണ്. അപ്പോൾ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗയാണ്. വേർ ബി ഓഫ് ഒമേഗ ഈക്വൽ ടു 2 പൈ 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 ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ബി സൈൻ ഒമേഗ വി ഡി വി. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? സൈൻ എക്സ്. അതിന് ഇൻ ടേംസ് ഓഫ് വിയിൽ ഇത് സൈൻ വി സൈൻ ഒമേഗ വി ഡി വി. 0 to ഇൻഫിനിറ്റി എന്നുള്ളത് 0 to പൈ ആയിട്ട് മാറും. കാരണം ആ ഇന്റർവെല്ലിലാണ് ഫംഗ്ഷൻ സൈൻ വി ആയിട്ട് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഇനി നമുക്ക് നോക്കൂ, ഇവിടെ രണ്ട് സൈൻ ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ? പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് പ്രോപ്പർട്ടി വെച്ച് നമുക്കറിയാം 2 sin a sin b ഈക്വൽ ടു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ആ ഇക്വേഷൻ ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഇവിടെ 2 ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനെ 1 ബൈ പൈ ഇൻ്റഗ്രൽ 0 to പൈ കോസ് 1 മൈനസ് ഒമേഗ ഇൻറ്റു വി മൈനസ് 1 കോസ് ഓഫ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു വി ഡി വി എന്ന് എഴുതാം. ഇനി ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വി വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ. സൈൻ 1 മൈനസ് ഒമേഗ ഇൻറ്റു വി, വിയുടെ കോഎഫിഷ്യൻ്റ് 1 മൈനസ് ഒമേഗ ഡിനോമിനേറ്ററിൽ വരും. കോസ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു വിയുടെ സൈൻ 1 പ്ലസ് ഒമേഗ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ മൈനസ് സൈൻ എസ്. അതുപോലെ തന്നെ താഴെ ഇടയിൽ എഴുതി. ഇനി നമുക്ക് എന്ത് വേണം? 0 to പൈ അപ്ലൈ ചെയ്യണം, ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സൈനിൻ്റെ ടേം ആണ് ഉള്ളത്. അപ്പോൾ ലോവർ ലിമിറ്റ് എന്തായാലും 0 ആയിരിക്കും, കാരണം വിക്ക് 0 കൊടുത്താൽ സൈൻ 0യും സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പർ ലിമിറ്റിൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ. വിക്ക് പൈ കൊടുക്കുക, സൈൻ ഓഫ് 1 മൈനസ് ഒമേഗ ഇൻറ്റു പൈ മൈനസ് സൈൻ ഓഫ് 1 പ്ലസ് ഒമേഗ ഇൻറ്റു പൈ. അപ്പോൾ 1 ബൈ പൈ ഇൻറ്റു പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ പൈ മൈനസ് ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ പൈ പ്ലസ് ഒമേഗ പൈ ബൈ 1 പ്ലസ് ഒമേഗ. അവിടെ ഒരു ഒമേഗ പൈ ഉണ്ട്, അത് കട്ടായി പോയിട്ടാണ് കേട്ടോ. അതാണ് നമ്മുടെ ബി ഓഫ് ഒമേഗ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ ഫർദർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നോക്കൂ, സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയും സൈൻ പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അത് വെച്ചിട്ട് നമ്മൾ ആദ്യത്തേതിന് എങ്ങനെ എഴുതി? സൈൻ ഒമേഗ പൈ എന്ന് എഴുതി. അടുത്തത് മൈനസ് സൈൻ ഒമേഗ പൈ. ഈ മൈനസും മൈനസും പ്ലസ് ആയി മാറും. സൈൻ ഒമേഗ പൈനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ സൈൻ ഒമേഗ പൈ ഡിവൈഡഡ് ബൈ പൈ ഈക്വൽ ടു ഇൻറ്റു 1 പ്ലസ് എൽ സി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 പ്ലസ് ഒമേഗ 1 മൈനസ് ഒമേഗ മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 1 പ്ലസ് ഒമേഗ പ്ലസ് 1 മൈനസ് ഒമേഗ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 1 മൈനസ് ഒമേഗ ഇൻറ്റു 1 പ്ലസ് ഒമേഗ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റ് ആണ്. അപ്പോൾ 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. മൈനസ് ഒമേഗയും പ്ലസ് ഒമേഗയും ക്യാൻസൽ ആവും. 1 പ്ലസ് 1 2 വരും. 2 സൈൻ ഒമേഗ പൈ ബൈ പൈ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ പൈ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗയാണ്. ഓക്കെ. സെക്കൻഡ്, ഫൈൻഡ് ദ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് വെർ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. എക്സ് വേരി ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയി കാരണം 0 to ഇൻഫിനിറ്റി തന്നെ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഇവിടെ എ എന്ന് പറയുന്നത് -1ഉം ബി എന്ന് പറയുന്നത് ഒമേഗയുമാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? റൂട്ട് ഓഫ് 2 ബൈ പൈ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ -1 ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ a cos bx, that is -1 cos omega x plus b sin bx omega sin omega x within the limit 0 to infinity. അപ്പർ ലിമിറ്റ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 ആണ്. അപ്പോൾ ഈ ടൈം മൊത്തത്തിൽ 0 ആയി പോകും. 0 ഇൻറ്റു ഈ ടൈം അല്ലേ, അത് 0 ആയി പോകും. മൈനസ് ഇ റേസ് ടു 0 1 ആണ്. 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇവിടെ ലിമിറ്റ് കൊടുത്താൽ കോസ് 0 1 ആണ്, സൈൻ 0 0 ആണ്. അപ്പോൾ കോസ് 0ൻ്റെ ടൈം +1 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൻസർ റൂട്ട് ഓഫ് 2 ബൈ പൈ 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് ഇ റേസ് ടു മൈനസ് എക്സിൻ്റെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു
sin x where mod x less than a and a greater than 0 equal to 0 where mod x greater than a. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ എന്ത് വരും? അത് മോഡ് എക്സ് ലെസ് ദാൻ എ ആയ കാരണം ആ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ -a to a ആണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് -a to a sin x ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എനിക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ എന്ത് വരും? സൈൻ എക്സ് സൈൻ ഒമേഗ എക്സ് മാത്രം, അതായത് സൈൻ എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്, കോസ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഓഡ് ഇൻറ്റു ഈവൻ മൾട്ടിപ്ലൈ ചെയ്ത എഗെയിൻ ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷനെ ഒരു -a to a ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതിന് 0 ആണ് ആൻസർ. അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റഗ്രൽ 0 ആയി പോകും. സെക്കൻഡ് നോക്കൂ, സൈൻ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ്, രണ്ടും ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഇൻറ്റു ഓൾഡ്, രണ്ട് ഓഡ് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആണ് കിട്ടുക. ഈവൻ ഫംഗ്ഷനെ ഇൻ്റഗ്രൽ -a to a ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to a ആ ഓഡ് ഫംഗ്ഷൻ ആണ്. സോറി, ഓഡ് ഇൻറ്റു ഓഡ്, ദാറ്റ് ഈസ് ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഈ മൈനസ് സൈൻ ഉണ്ട്, ഐ ഉണ്ട്, പിന്നെ ഇത് 2 ടൈംസ് 0 to a ലെ 2 ആണിത്. ഇൻ്റഗ്രൽ 0 to a സൈൻ എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ വീണ്ടും സൈൻ എ സൈൻ ബി എന്നുള്ള ഫോർമാറ്റിലേക്ക് വന്നു. അപ്പോൾ 2 സൈൻ എ സൈൻ ബി എന്ന് എങ്ങനെ എഴുതാം? കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ i/√2π ഇൻ്റഗ്രൽ 0 to a കോസ് 1 പ്ലസ് ഒമേഗ എക്സ് മൈനസ് കോസ് 1 മൈനസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് എഴുതി. അപ്പോൾ -2 സൈൻ എ സൈൻ ബി എന്നാണ് കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ ഇതിനെ നമ്മൾ കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? സൈൻ വരും. രണ്ട് കോസാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ വരും. ഈ ലിമിറ്റ് 0 to a സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ y/√2π സൈൻ 1 പ്ലസ് ഒമേഗ a ബൈ 1 പ്ലസ് ഒമേഗ മൈനസ് സൈൻ 1 മൈനസ് ഒമേഗ a ബൈ 1 മൈനസ് ഒമേഗ. ഇതാണ് ഫൈനൽ ആൻസർ. Using Fourier integrals, evaluate integral 0 to infinity cos x omega by 1 plus omega square d omega equal to pi/2 e raised to minus x where x greater than 0. നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടത് ഫോറിയർ ഇന്റഗ്രൽ പ്രകാരം ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ ഇതാണെന്ന് ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? ഈ RHSലുള്ള ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് pi/2 e raised to minus x ആണ്. ആക്ച്വലി നമുക്ക് ഈ LHS നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ കോസ് ഒമേഗ എക്സ് എന്നുള്ളൊരു ടേം ന്യൂമറേറ്ററിൽ കിടക്കുന്നുണ്ട്. അത് ഈ ഫോറിയർ കോസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിലാണ് കോസ് ഒമേഗ എക്സ് വരിക. കോസിന്റെ ടേം മാത്രം വരുന്നത് ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിലാണ്. അപ്പോൾ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ്. അപ്പോൾ എ ഓഫ് ഒമേഗ നമുക്ക് കാണാം. എ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2/π ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ബി കോസ് ഒമേഗ ബി ഡി വി. അതായത് ഇവിടെ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഈ എക്സ് ഓഫ് എക്സിന്റെ ടേംസ് പി ആയിട്ട് റിപ്ലേസ് ചെയ്യുക. pi/2 e raised to minus b കോസ് ഒമേഗ ബി ഡി വി. 2/π pi/2 ക്യാൻസൽ ചെയ്ത് 1 ആവും. ഈ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി e raised to minus b കോസ് ഒമേഗ ബി ഡി വി. ഇത് നമുക്ക് പറയാവുന്ന ഇക്വേഷൻ ആണ്. ഇന്റഗ്രൽ ഒരു എക്സ്പോണൻഷ്യലും കൊസൈൻ ടേമും വന്നാൽ അതിനെ e raised to minus b by a square plus b square into a cos omega a cos bx plus b sin bx എന്ന് പഠിച്ചില്ലേ? ആ ഇക്വേഷൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് വിത്തിൻ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് e raised to minus ഇൻഫിനിറ്റി കൊടുത്താൽ ഇത് 0 ആവും. 0 into ഈ ടേം 0 തന്നെ മൈനസ് e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. cos 0 1 ആണ്, sin 0 0 ആണ്. അപ്പോൾ ഈ ടേം ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 1 വരും. അപ്പോൾ a ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 1/1 പ്ലസ് ഒമേഗ സ്ക്വയർ എ ഓഫ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? pi/2 e raised to minus x. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. Find the Fourier cosine integral of f of x equal to pi minus x where 0 less than x less than pi equal to 0 where x greater than pi. Fourier cosine integral ആണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity a of omega cos omega x d omega where a of omega equal to 2 by pi integral 0 to infinity f of p cos omega v dv ആണ്. അപ്പോൾ f of v എന്ന് പറഞ്ഞാൽ എന്താണ് പൈ മൈനസ് വി കോസ് ഒമേഗ വി ഡി വിത്തിൻ്റെ ലിമിറ്റ് 0 to പൈ. ഇത് നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ബെർണോളിസ് ഫോർമുല വെച്ചിട്ട് ചെയ്താൽ മതി. കാരണം ഇത് ഓൾജിബ്രിക് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബെർണോളിസ് ഫോർമുല അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണ് ബെർണോളിസ് ഫോർമുല? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ ചെയ്ത് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേഷൻ നടത്തുക, ഓൾട്ടർനേറ്റ് സൈൻ മൈനസ് ഫസ്റ്റ് ഫംഗ്ഷന് ഇതിനെ ഡിഫറൻസിയേഷൻ നടത്തുക, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ അപ് ടു ഈ ടേമിനെ വീണ്ടും ഡിഫറൻഷിയേഷൻ നടത്തിയ 0 ആവുന്നത് വരെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ 2 by pi പൈ മൈനസ് വിന് അതുപോലെ എഴുതി ഇൻ്റഗ്രൽ കോസ് സൈൻ ഒമേഗ വി ബൈ ഒമേഗ മൈനസ് പൈ മൈനസ് വിനെ വിത്ത് റെസ്പെക്ട് ടു വി ഡിഫറൻസിയേഷൻ നടത്തിയ -1 ഇൻ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ആണ്, മൈനസ് കോസ് ഒമേഗ വി ബൈ ഒമേഗ സ്ക്വയർ. ഇനി ഫർദർ ചെയ്യാൻ പറ്റില്ല, -1ൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്താൽ 0 വരും. ലിമിറ്റ് 0 to പൈ കൊടുത്തു. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ പൈ മൈനസ് പൈ കൊടുത്തു കഴിഞ്ഞാൽ 0 ആയി പോകും. അപ്പോൾ ഈ ടേം ഇല്ല. ഇവിടെ മൈനസും മൈനസും പ്ലസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതാണ് ഇവിടെ ഉള്ളത്. കോസ് ഒമേഗ വി ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് ഇവിടെ ഒമേഗ വി അല്ല പൈ ആണ് വരേണ്ടത്. ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ പൈ ആണ് വരേണ്ടത്. പ്ലസ് ലോവർ ലിമിറ്റ് 0 കൊടുത്ത സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. മൈനസും മൈനസും പ്ലസ് ആവും. ഈ മൈനസും മൈനസും പ്ലസ് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിൽ ആ മൈനസ് വരുമ്പോൾ ആ മൈനസും ഇതും കൂടി ചേർന്ന് പ്ലസ് ആവും. ദാറ്റ് ഈസ് 2 by pi 1 minus cos omega pi by omega square. അപ്പോൾ ഇതിൻ്റെ ഫൊറിയർ കൊസൈനിൻ്റെ റിപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity a of omega ആണ് നമുക്കിവിടെ കിട്ടിയത്. അത് എഴുതുക 2 by pi 1 minus cos omega pi by omega square cos omega x d omega. ഇതിൽ 2 by piനെ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുത്തിട്ട് ഇത് എഴുതാം. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the Fourier sine transform of f of x equal to 1 where 0 less than x less than 1, minus 1 for 1 less than x less than 2, 0 for x greater than 2. Fourier sine transform എന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ root of 2 by pi integral 0 to infinity f of x sin omega x dx ആണ്. അപ്പോൾ ഇവിടെ 0 to infinity എന്ന് പറഞ്ഞ ലിമിറ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 0 to 1, 1 to 2, greater than 2. അപ്പോൾ 0 to 1ലും 1 to 2ലും മാത്രമേ വാല്യൂ ഉള്ളൂ. 0 to 1ലെ എഫ് ഓഫ് എക്സ് 1 ആണ്, 1 to 2ലെ എഫ് ഓഫ് എക്സ് -1 ആണ്. ദെൻ ഇൻ്റഗ്രൽ സൈൻ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ വിതിൻ ദ ലിമിറ്റ് 0 to 1. ഇൻ്റഗ്രൽ സൈൻ മൈനസ് കോസ് ഒമേഗ എക്സ് വിതിൻ ദ ലിമിറ്റ് 1 to 2. ഈ മൈനസ് ഇങ്ങോട്ട് വന്നു. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മൈനസ് പുറത്തോട്ട് എഴുതി കോസ് ഒമേഗ -1 by ഒമേഗ പ്ലസ് മൈനസും മൈനസും പ്ലസ് ആയി കോസ് 2 ഒമേഗ മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ. ഒമേഗ കോമൺ ആണ്, അപ്പോൾ ഇത് എടുത്ത് എഴുതിയാൽ 1 മൈനസ് കോസ് ഒമേഗ പ്ലസ് കോസ് 2 ഒമേഗ മൈനസ് കോസ് ഒമേഗ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 2 by pi 1 മൈനസ് 2 കോസ് ഒമേഗ പ്ലസ് കോസ് 2 ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗയാണ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ. ഓക്കെ, ഇതോടെ നമ്മൾ മൊഡ്യൂൾ 1ലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.